മേയർ ആര്യ രാജേന്ദ്രനുമായി റോഡിൽ വാക്കുതർക്കമുണ്ടായ സംഭവത്തിൽ കെ.എസ്.ആർ.ടി.സി താൽക്കാലിക ഡ്രൈവർ ജോലി നഷ്ടപ്പെട്ട എൽ.എച്ച്. യദുവിന് നിയമസഭയിൽ ഡ്രൈവറായി താൽക്കാലിക നിയമനം. യദുവിന് ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചാണ്ടിയുമ്മൻ എം.എൽ.എ. സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിനെ തുടർന്നാണ് യദുവിന് കെ.എസ്.ആർ.ടി.സിയിലെ ജോലി നഷ്ടപ്പെട്ടത്. ആര്യക്കെതിരെ യദുവും പരാതി നൽകിയിരുന്നു. 2024 ഏപ്രിൽ 28-ന് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലായിരുന്നു വിവാദ സംഭവങ്ങൾക്ക് തുടക്കം. ആര്യ രാജേന്ദ്രനും ഭർത്താവും എം.എൽ.എയുമായ സച്ചിൻ ദേവും നടു റോഡിൽ കാറ് കുറുകെയിട്ട് കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ് തർക്കമുണ്ടാക്കുകയായിരുന്നു. മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടു റോഡിൽ കലാശിച്ചത്. തുടർന്ന് പോലീസ് യദുവിനെതിരെ കേസെടുത്തു. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലായിരുന്നു കേസ്. യദു ഓടിച്ച തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് മേയർ സഞ്ചരിച്ച കാർ സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന് യദു പോലീസിന് മൊഴി നൽകിയിരുന്നു. പാളയത്ത് സിഗ്നലിൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാർ കുറുകെയിട്ട് തടഞ്ഞു. ആദ്യം കാറിൽ നിന്നിറങ്ങിയയാൾ അസഭ്യം പറഞ്ഞു. അപ്പോൾ തിരിച്ചും പ്രതികരിച്ചു. പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയയാൾ എം.എൽ.എ. ആണെന്ന് അറിഞ്ഞില്ലെന്നും യദു മൊഴി നൽകിയിരുന്നു. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞ് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും ആ പരാതിയിന്മേൽ പോലീസ് ആദ്യം നടപടിയെടുത്തില്ല. പിന്നീട് ഈ വാർത്ത വലിയ വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത്. എന്നാൽ കോടതിയിൽ മേയർക്ക് അനുകൂലമായാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിനിടയിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ യദു ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേരുള്ള പട്ടികയിൽ 15 പേർക്ക് ഇതിനോടകം നിയമനം നൽകി കഴിഞ്ഞു. തനിക്കും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ യദു.